മോർണിംഗ്. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗ്രീൻ ചാനലിന്റെ നമ്മുടെ കെമിസ്ട്രി ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രി 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? അതെ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. നമുക്ക് നോക്കിയാലോ. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് അല്ലേ നമ്മുടെ ചാപ്റ്റർ. അപ്പൊ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ പേരൊക്കെ കേൾക്കും നിങ്ങൾ വിചാരിക്കും വലിയൊരു ചാപ്റ്റർ ആണ് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നതൊക്കെ. അതെ, ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഈ കെമിക്കൽ റിയാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനോട് ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും ഒന്ന് നോക്കിയേ. നമ്മളിപ്പോ എന്താ കഴിക്കുക? ഫുഡ് ആയിട്ട് എന്താ കഴിക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് എന്താ നിങ്ങൾ എല്ലാവരും കഴിക്കാൻ പോകുന്നത്? അതേ നമ്മൾ ചോറ് കഴിക്കും അല്ലേ? നമ്മുടെ മെയിൻ ഫുഡ് എന്താണ്? നമ്മൾ കേരളയുടെ മെയിൻ ഫുഡ് എന്താണ്? ചോറാണല്ലേ. അപ്പൊ ചോറ് എങ്ങനെയാണ് ചോറ് ഉണ്ടാകുന്നത്? അമ്മ അരി കഴുകി അടുപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോഴാണ് ചോറ് കിട്ടുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന റൈസും വാട്ടറും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റൈസ് വെള്ളത്തിൽ കിട്ടുന്ന തിളച്ച് വരുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുന്നത്? അതെനിക്ക് ശരിക്കുള്ള ഫുഡായിട്ടുള്ള റൈസ് കിട്ടുന്നത് അല്ലേ, അതായത് ചോറ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായത്? അവിടെ വെള്ളവും അതേപോലെ അരിയും തമ്മിൽ എന്ത് നടന്നു? ഒരു റിയാക്ഷൻ നടന്നതുകൊണ്ടല്ലേ നമുക്ക് അവിടെ ചോറ് കിട്ടിയത്. അതെന്താണ്? നമ്മുടെ നേച്ചറിൽ നടക്കുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ കൈൻഡ് ഓഫ് ഫുഡ്സ്, നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഒരു നേച്ചറിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതേപോലെ വേറെ എന്തൊക്കെ എക്സാമ്പിൾ പറയാം? നമ്മൾ ചെറിയ മക്കളെ കണ്ടില്ലേ? വീട്ടിൽ ചെറിയ മക്കളുള്ളവരൊക്കെ ഇല്ലേ? അപ്പോൾ ഈ ചെറിയ മക്കള് എങ്ങനെയായിരിക്കും വലുതാവുന്നത്? നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചിട്ട് നമ്മൾ ചെറിയ കുട്ടികളായിരുന്നു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരുപാട് വർഷങ്ങളെടുത്ത് നമ്മളിങ്ങനെ ഇപ്പൊ വലുതായി. നിങ്ങളിപ്പോ 2 കൊല്ലം മുന്നേ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിപ്പാണ് നിങ്ങളിപ്പോ അല്ലല്ലോ 10ാം ക്ലാസ്സിൽ എത്തിയില്ലേ. ഇപ്പൊ ഇത്രയും വലിയ മക്കളായില്ലേ. അതേപോലെ ചെറിയ മക്കൾ എന്ത് ചെയ്യുന്നത്? വളരുന്നുണ്ട്. അപ്പൊ എന്താ ഈ വളർച്ചയും അതായത് ഗ്രോത്തും ഒക്കെ എന്താണ്? ഒരു കൈൻഡ് ഓഫ് നാച്ചുറൽ പ്രോസസ് ആണ്. അവിടെ എന്താ നടക്കുന്നത്? ഈ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അപ്പൊ ഈ മക്കൾ എന്ത് ചെയ്യും? വളരുന്നുണ്ട്. പിന്നെ മക്കളെ കേസിൽ പോട്ടെ, നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തുണ്ട്? ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് എന്താണ്? ചെറിയ പ്ലാന്റ്സ് തൈകൾ ഉണ്ടാവും, അത് എന്താവും പിന്നെ വലിയ ട്രീസ് ആവുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഒരു കൈൻഡ് ഓഫ് റിയാക്ഷൻ ആണ്. ഇനി ഒക്കെ പോട്ടെ, ഇപ്പൊ എന്തായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ മാങ്ങ സീസൺ ആയിരുന്നു, മാംഗോ സീസൺ ആയിരുന്നു അല്ലെ. അപ്പോൾ ഈ മാംഗോ സീസണിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും എന്താ പച്ചമാങ്ങ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, പഴുത്ത മാങ്ങ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പൊ ഈ പച്ചമാങ്ങ എന്താവുന്നുണ്ട്? പഴുക്കുന്നുണ്ട്. എന്താണ്? ഫ്രൂട്ട്സ് റൈപ്പൻ ആവുന്നുണ്ട്. അതേപോലെ മാങ്ങയുടെ കേസ് മാത്രമല്ല കേട്ടോ, പഴങ്ങൾ എടുത്ത് വെക്കണം. വീട്ടിൽ പഴമൊക്കെ ഉള്ളവർ കണ്ടിട്ടില്ലേ? പച്ചപ്പഴം എന്താവും? പിന്നെ അത് പഴുക്കും, യെല്ലോ കളറാവും. അപ്പൊ ഈ ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ് അങ്ങനെയുള്ള പ്രോസസ് ഒക്കെ എന്താണ്? അതൊരു കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. നമ്മുടെ നാച്ചുറലായിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. പിന്നെ വേറെ എന്തൊക്കെ എക്സാമ്പിൾ പറയാം നമുക്ക്? അതെ, ഐസ്. നമുക്കറിയാം ഫ്രിഡ്ജിൽ വെള്ളം നമ്മൾ മുകളിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഐസ് ആവും അത്. അപ്പൊ ഈ ഐസ് എന്താവുന്നുണ്ട്? വാട്ടർ ആവുന്നുണ്ട്. എന്താണ്? ഐസ് കുറെ സമയം നമ്മൾ പുറത്ത് വെച്ചു, അപ്പൊ എന്താവും? അത് വാട്ടർ ആവും അല്ലേ. അപ്പൊ ആ ഐസ് വാട്ടർ ആവുന്നത് എന്താണ്? അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, നമുക്ക് രാവിലെ എന്താ പറയുക? നല്ല ചൂട് ചായ ഇല്ല. ഈ ചൂട് ചായ നമ്മൾ കുറച്ചു നേരം അവിടെ കുടിക്കാൻ മറന്നു, തിരിച്ചു വന്ന് അതേ ചൂടുണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എടുത്ത സമയത്ത് ചായ എന്തായിരിക്കും? നല്ല ആവി ഇങ്ങനെ പറക്കുന്ന ചായയൊക്കെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് സമയം പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയാൽ ആവി പറക്കുന്നുണ്ടാവോ? ഇല്ല, ചായ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. എന്തായിരിക്കും കാരണം? അതിന് ചൂട് ആവിയായിട്ട് പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ആ ചൂടുള്ള സാധനം തണുക്കുന്നത്, അതിന്റെ ചൂട് വേപ്പറായിട്ട് പുറത്തു പോകുന്നത് എന്താണ്? അതൊരു കൈൻഡ് ഓഫ് റിയാക്ഷൻ തന്നെയാണ്. പിന്നെ വെരി കോമൺ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. എന്ത്?
പാല് തൈരാവുന്നതില്ലേ, പാല് തൈരാവുന്നത് എന്താണ്, അതൊരു കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പാല് കുളിക്കുന്നു പറയില്ലേ, അപ്പൊ എന്താ, പാല് തൈരാവുന്നത് എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. പിന്നെ ഞാൻ നേരത്തെ ഫുഡിന്റെ കേസ് പറഞ്ഞു, ഫുഡ് വെറുതെയാണ് ഉണ്ടാകുന്നത് അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തീ യൂസ് ചെയ്യുന്നുണ്ടല്ലേ വീട്ടില്. അപ്പൊ അതിനുവേണ്ടി എന്ത്, വിറക് നമ്മൾ കത്തിക്കും. അപ്പൊ ഈ ബേണിംഗ് ഓഫ് ഫുഡ്, വിറക് കത്തിക്കുന്നത് എന്താണ്, ആ മരം എന്താണ് കത്തിയിട്ട് ആഷ് ആവുന്നുണ്ട്, അവിടെ തീ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇനി ഇതൊക്കെ പോട്ടെ, നമുക്കറിയാം അയൺ, നമ്മൾ പുറത്ത് വീട്ടിൽ അല്ലെങ്കിൽ പുറത്ത് വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അയൺ കമ്പികൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയൺ സാധനങ്ങൾ എന്താവും, കുറെ കാലം പുറത്തിരുന്ന് കഴിഞ്ഞാൽ തുരുമ്പിടിക്കണതാണ് അല്ലെ, തുരുമ്പ് പിടിച്ചിട്ട് അതിന്റെ കളറൊക്കെ മാറുന്നില്ല. നല്ല നല്ല സ്റ്റീൽ സാധനങ്ങൾ അല്ലെങ്കിൽ സ്റ്റീൽ അല്ല അയൺ സാധനങ്ങൾ എന്ത് ചെയ്യും, റെസ്റ്റ് ചെയ്യും, അതിനെ തുരുമ്പ് പിടിക്കും. അപ്പൊ അത് എന്താണ്, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരുപാട് റിയാക്ഷൻസ് പറഞ്ഞു. അപ്പൊ ഈ റിയാക്ഷൻസ് ഒക്കെ എന്താണ്, റിവേഴ്സിബിൾ ആണോ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ റിയാക്ഷൻസും റിവേഴ്സിബിൾ ആണോ, റിവേഴ്സിബിൾ ഓർ നോട്ട്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചു, പാല് തൈരാവുന്നുണ്ട്, പാല് തൈരായത് തൈരിന് എനിക്ക് എങ്ങനെയെങ്കിലും പാലിൽ ഉണ്ടാക്കാൻ പറ്റുമോ, പിന്നെ തിരിച്ച് ഇല്ല. അപ്പൊ അതെന്താ, ഇറിവേഴ്സിബിൾ ആണ്. എന്താണ്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് അവിടെ നടന്നത്. അതേപോലെ ഇനി വെള്ളം, ഞാൻ ഐസ് എന്ത് ചെയ്യും, വാട്ടർ ആകുന്നെന്ന് പറഞ്ഞു. ഈ വാട്ടറിനെ വീണ്ടും നമുക്ക് ഐസ് ആക്കാൻ പറ്റുമോ? പറ്റും. എന്താ, നമുക്ക് വീണ്ടും അതിനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ അതെന്തായി, ഐസായി മാറണം. അതെന്താണ്, റിവേഴ്സിബിൾ ആണ്. ഞാൻ ബേണിംഗ് ഓഫ് ഫുഡ് പറഞ്ഞു, അതായത് വിറക് കത്തിക്കുന്ന കാര്യം പറഞ്ഞു. വിറക് കത്തിയ വിറക് പിന്നെ നമുക്ക് വീണ്ടും അതിന് വിറക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താ, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഇനി വെള്ളം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, ചായയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതേപോലെ വെള്ളം ചൂടാക്കുമ്പോൾ ആവിയായി പോകും. ശരിക്കും നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, വെള്ളം ആവിയായി പോയി, അത് നമുക്ക് പിന്നെ വെള്ളമാക്കാൻ പറ്റുമോ? പറ്റുമോ? യെസ്, പറ്റും. ഒന്ന് ആലോചിക്കുക, നല്ല തിളച്ച വെള്ളത്തിൽ നിന്ന് അങ്ങനെ ആവി പോവുകയാണ്, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തിളക്കുന്ന വെള്ളമാണെങ്കിൽ ആ ആവി പോണേനെ നമ്മൾ ഇവിടെ ട്രാപ്പ് ചെയ്യും, ഒരു മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ തണുപ്പിച്ചിട്ട് ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വേപ്പറായ വെള്ളത്തിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, വെള്ളമാക്കി എടുക്കാൻ പറ്റും. ഗ്യാസ് ആയിട്ടുള്ള വെള്ളത്തിനെ വീണ്ടും വെള്ളമാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതെന്താണ്, അത് റിവേഴ്സിബിൾ ആണ്. അപ്പൊ നമുക്ക് എന്തോ മനസ്സിലാക്കാം, റിയാക്ഷൻസ് ക്യാൻ ബി റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ. അതായത് റിയാക്ഷൻസ് ചിലപ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് പെർമനന്റ് ആയിരിക്കും. പെർമനന്റ് ചേഞ്ചസ് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. എങ്ങനെ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്? പെർമനന്റ് ചേഞ്ചസ് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഒരിക്കലും അതിനെ പിന്നെ തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പാല് തൈരാവുന്നത്, അല്ലെങ്കിൽ വുഡ് ബേൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള റിയാക്ഷൻസ്, ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ മാങ്ങ പഴുത്ത് മാങ്ങ, പച്ചമാങ്ങ പഴുത്ത് കഴിഞ്ഞു, പിന്നെ ആ പഴുത്ത മാങ്ങയിൽ പിന്നെ പച്ചമാങ്ങ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ എന്താണ്, പെർമനന്റ് ചേഞ്ചസ് ആയിട്ടുള്ള റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതേപോലെ വേറൊരു ചേഞ്ചസ് എന്താണ്, ടെമ്പററി ചേഞ്ചസ് നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? ടെമ്പററി ചേഞ്ചസ്. അപ്പൊ ടെമ്പററി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെമ്പററി ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ റിയാക്ഷൻസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഐസ് വാട്ടർ ആവുന്ന വാട്ടർ വീണ്ടും നമുക്ക് ഐസ് ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് തിരിച്ച് മാറ്റാൻ കൊണ്ടുവരാൻ പറ്റുന്ന റിയാക്ഷൻസ്, റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസിനെ നമ്മൾ എന്ത് പറയും, ടെമ്പററി ചേഞ്ചസ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ബേസിൽ ഈ റിയാക്ഷൻസിനെ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന, നാച്ചുറലി നടക്കുന്ന പെർമനന്റ് ചേഞ്ചസിനെയും ടെമ്പററി ചേഞ്ചസ് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് പറയാം. ഏതാ നോക്കിയാലോ? റെഡി അല്ലേ മക്കള്? അപ്പോ പെർമനന്റ് ചേഞ്ചസ് എന്താണ്? പെർമനന്റ് ചേഞ്ചസ്, പെർമനന്റ് ചേഞ്ചസില് പെർമനന്റ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞ പാല് തൈരാവുന്ന അങ്ങനത്തെ എക്സാമ്പിൾസ് പറയുമ്പോൾ പെർമനന്റ് ആയിട്ട് ചേഞ്ച് നടക്കാം. അപ്പൊ അവിടെ എന്ത് നടക്കുന്നത്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ ചേഞ്ച്. അപ്പൊ പെർമനന്റ് ആയിട്ട് ഒരു കാര്യം മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കെമിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പെർമനന്റ് ചേഞ്ചസ് പറയുമ്പോൾ അവിടെ എന്താണ്, കെമിക്കൽ ആയിട്ട് ആ സാധനം മാറുകയാണ്. അതായത് അപ്പൊ പാല് തൈരാകുമ്പോൾ അതിന്റെ ഉള്ളിൽ കെമിക്കൽ ഒരു റിയാക്ഷൻ നടന്നിട്ടാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ദാറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. അപ്പൊ പെർമനന്റ് ചേഞ്ചസിൽ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ നമ്മൾ ടെമ്പററി ചേഞ്ച് നോക്കുകയാണെങ്കിലോ, അപ്പൊ ടെമ്പററി ചേഞ്ചിൽ എന്താവും നടക്കുന്നുണ്ടാവുക? ടെമ്പററി ചേഞ്ചിൽ അവിടെ എന്താണ്, അതിന്റെ
ടെമ്പററി ചേഞ്ചിനെ എന്താ നമുക്ക് പറയാം, ഫിസിക്കൽ ചേഞ്ച് ആണ് ടെമ്പററിയിൽ നടക്കുന്നത്. പെർമനന്റില് കെമിക്കൽ ചേഞ്ച്, ടെമ്പററിയില് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫിസിക്കൽ ചേഞ്ചിന് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് നേരത്തെ ഏതാ പറഞ്ഞേ, ഐസ് വാട്ടർ ആവുന്നതും വാട്ടർ ഐസ് ആവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഐസ് എന്ന് പറഞ്ഞാൽ എന്താ, അതും H2O ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അവരും H2O ആണ്. അപ്പൊ ഐസും H2O ആണ്, വാട്ടറും H2O ആണ്. അപ്പൊ അവിടെ എന്തെങ്കിലും കെമിക്കലി അതിന് മാറ്റം വന്നോ? ഇല്ല. അതുകൊണ്ട് തന്നെ ടെമ്പററി ചേഞ്ചസ് പറഞ്ഞാല് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അതേപോലെ ഇപ്പൊ വാട്ടർ വേപ്പർ ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, അത് H2O തന്നെയാണ്. അപ്പൊ ആ വേപ്പറിനെ വീണ്ടും നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലിയർ അല്ലേ മക്കളെ? ഫിസിക്കൽ ചേഞ്ച് ഉണ്ട്, കെമിക്കൽ ചേഞ്ച് ഉണ്ട്. കെമിക്കൽ ചേഞ്ചസ് എന്താണ്, പെർമനന്റ് ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്, ടെമ്പററി ചേഞ്ചസ് ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിപ്പോ രണ്ട് ചേഞ്ചസ് മനസ്സിലായി. ഏതൊക്കെയാണ്, ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട്, കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ ചേഞ്ചസിന്റെ രണ്ടിന്റെയും ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ചിന്റെയും കെമിക്കൽ ചേഞ്ചസിന്റെയും ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ ഉണ്ട്, ഇവിടെ കെമിക്കൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറയാനുള്ളത്, ഇവിടെ ഫിസിക്കൽ ആവുമ്പോ അവിടെ എന്തുണ്ടാവില്ല, പുതിയതായിട്ട് ആരും പ്രൊഡ്യൂസ് ആവുന്നില്ല അല്ലേ. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. എന്താ ഫസ്റ്റ് പോയിന്റ്, no new substance is formed. No new substance is formed. ശരിയല്ലേ? അപ്പൊ നമ്മുടെ കോമൺ എക്സാമ്പിൾ എന്താണ്, ഐസ് വാട്ടർ ആവുന്നത്. അവിടെ പുതിയ ഒരാൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, ഫിസിക്കൽ ചേഞ്ചസിൽ എന്തുണ്ടാവുന്നില്ല, no new substance is formed. അപ്പൊ കെമിക്കൽ ചേഞ്ച് എടുത്താലോ, yes, new substance is formed. എന്താണ്, കെമിക്കൽ ചേഞ്ചസ് എടുക്കുമ്പോൾ അവിടെ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. പിന്നെ നമ്മളിപ്പോ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്താണ്, യൂഷ്വലി ഫിസിക്കൽ ചേഞ്ചസ് ആണെങ്കിൽ എന്താണ്, യൂഷ്വലി റിവേഴ്സിബിൾ ആണ് അല്ലേ. നമുക്ക് തിരിച്ച് റിയാക്ഷൻ പഴയ സ്റ്റേറ്റിലേക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്താണ്, ഫിസിക്കൽ ചേഞ്ചസ് ആർ യൂഷ്വലി റിവേഴ്സിബിൾ ആണ്. കെമിക്കൽ ചേഞ്ചസോ യൂഷ്വലി ഇറിവേഴ്സിബിൾ ആണ് അല്ലേ. നമുക്കറിയാം, നമുക്ക് ഒരിക്കലും അതിനെ തിരിച്ച് ആ സ്റ്റേറ്റിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റില്ല. അതിന്റെ കെമിക്കൽ സ്റ്റേറ്റേ മാറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്, യൂഷ്വലി ഇറിവേഴ്സിബിൾ ആണ്. അതേപോലെ ഇവിടെ എന്താണ്, ഫിസിക്കൽ ചേഞ്ചിൽ കെമിക്കൽ ആയിട്ട് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പൊ എന്താ നമുക്ക് പറയാം, കെമിക്കൽ കമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. എന്താ പറയാ, കെമിക്കൽ കമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. കെമിക്കൽ കമ്പോസിഷൻ എന്താവുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. അപ്പൊ എന്താണ്, ഇവിടെ കെമിക്കൽ കമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിലോ ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ കെമിക്കൽ കമ്പോസിഷൻ. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, there is a change in chemical composition. അപ്പോ ഫിസിക്കലിൽ എന്താണ്, there is no chemical composition, എന്തില്ല, ഒരു ചേഞ്ചും നടക്കുന്നില്ല. കെമിക്കൽ ആണെങ്കിൽ there involves change in the chemical composition. അപ്പൊ നമുക്ക് ഫിസിക്കൽ എന്ത് മനസ്സിലായി, അവിടെ പ്രത്യേകിച്ച് എന്തില്ല, റിയാക്ഷൻ ആയിട്ട് നടക്കുന്നില്ല. അവിടെ എന്തില്ല, നോ റിയാക്ഷൻ. റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, അത് എന്ത് സ്റ്റേറ്റിലായിരുന്നു അതിൽ വേറൊരു ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് അവർ മാറുന്നു. അവിടെ കെമിക്കൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. പകരം കെമിക്കൽ നോക്കുകയാണെങ്കിലോ there involve a change in chemical reaction നടന്നിട്ട് അവർ ചേഞ്ച് ഇൻ കെമിക്കൽ കമ്പോസിഷൻ തന്നെ മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ occurs. എന്താണ്, കെമിക്കൽ റിയാക്ഷൻ occurs. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ ഫിസിക്കലാണെങ്കിൽ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, അത് റിവേഴ്സിബിൾ ആണ്, കെമിക്കൽ കമ്പോസിഷൻ മാറുന്നില്ല, അവിടെ റിയാക്ഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല. കെമിക്കൽ ആണെങ്കിലോ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്, ഇറിവേഴ്സിബിൾ ആണ്, കെമിക്കൽ കമ്പോസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്, അതേപോലെ കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ചേഞ്ചിന്റെ കെമിക്കൽ ചേഞ്ചിന്റെ
ആയിട്ടുണ്ടാവും മനസ്സിലായി. ആ ഒരു തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ടില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രീൻ ചാനലിൽ വേഗം ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയായാലും ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പൊ മക്കൾ വേഗം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പൊ മക്കളെ നമ്മള് കെമിക്കൽ ചേഞ്ച് എന്താ, ഫിസിക്കൽ ചേഞ്ച് എന്താണ്, അവർ തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ യൂസ് ചെയ്ത എക്സാമ്പിൾസ്? നമുക്കറിയാം മിൽക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ ഒരു അയൺ പാനോ അല്ലെങ്കിൽ തവയൊക്കെ നമുക്ക് അറിയാം പുറത്ത് കുറെ കാലം വെച്ച് ഞാൻ നാശം എന്താ തുരുമ്പ് പിടിച്ച് പോവാണ്. അപ്പൊ അതെന്താണ്? അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് പറഞ്ഞു. പിന്നെ നമുക്കറിയാം വൈൻസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ഗ്രേപ്സ് ഉണ്ടാകുന്ന വൈൻ ആവുന്നില്ല എങ്ങനെ ഫെർമെന്റേഷൻ നടക്കുമ്പോ. അപ്പൊ അതെന്താ? അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. നമ്മൾ മിൽക്ക് കേടാവുന്ന പോലെ അവിടെ എന്താണ് ഫെർമെന്റേഷൻ ആണ് സംഭവിക്കുന്നത്, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഫുഡ് പ്രോസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ബേണിംഗ് ഓഫ് ഫുഡ് വരുന്നതും ഫുഡ് ഒരു അതിന്റെ ഫോം മാറി ഫുഡിന്റെ ഫോമിലേക്ക് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഫുഡിന്റെ ഫോമിലേക്ക് മാറുന്നത് എന്താണ്? അവിടെ ആ പ്രോസസ് ഓഫ് മേക്കിംഗ് എന്താണ്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ആണ്. അതേപോലെ നമ്മുടെ ഫുഡിന്റെ ഡൈജഷൻ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഈവൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സ് റെസ്പിറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എന്താണ് ഈ ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് അല്ലേ? അപ്പൊ നമുക്കിനി കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് ഇൻഡ്യൂസ് കെമിക്കൽ ചേഞ്ചസ്. എന്താണ് നടക്കുന്നത്? കെമിക്കൽ ചേഞ്ചസ് ഇൻഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുക. എന്താണ്? കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻ വിച്ച് ഇൻഡ്യൂസ് കെമിക്കൽ ചേഞ്ചസ്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? കെമിക്കൽ ചേഞ്ചസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കെമിക്കൽ റിയാക്ഷൻ. എന്താ ചെയ്യുന്നത്? ഇൻഡ്യൂസ്. അതായത് ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് ഇൻഡ്യൂസ് കെമിക്കൽ ചേഞ്ചസ്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് നടക്കുന്നത് നമുക്ക് നോക്കിയാലോ. കെമിക്കൽ റിയാക്ഷൻ നമുക്ക് വേറൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് one or more reactants are converted to one or more products. അല്ലേ? one or more reactants are converted into one or more products. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താ? ചോറും അല്ലെങ്കിൽ അരിയും വെള്ളം കൂടി റിയാക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് എന്തിട്ടാണ്? ചോറ് കിട്ടുന്നത്. അപ്പൊ എന്താണ് റിയാക്ടൻസ്? വൺ ഓർ മോർ റിയാക്ടൻസ്, വാട്ടർ ആൻഡ് അരി, അതായത് റൈസും കൂടി റിയാക്ട് ചെയ്ത് നമുക്ക് ഫുഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ വൺ ഓർ മോർ റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ഇൻടു one or more products. അതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻസ്. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്താ? ഇൻഡ്യൂസ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ സബ്സ്റ്റൻസസ് വിത്ത് ന്യൂ പ്രോപ്പർട്ടീസ്. ഇത് ന്യൂ നമുക്ക് നമ്മളിവിടെ പറഞ്ഞു പ്രൊഡക്ട്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ന്യൂ സബ്സ്റ്റൻസ്. ഈ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത എന്താ? ന്യൂ സബ്സ്റ്റൻസസ് ആയിരിക്കും. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ആരാണ്? ന്യൂ സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ ഈ ന്യൂ സബ്സ്റ്റൻസസ് രണ്ട് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരെന്താണ്? അവർ ന്യൂ സബ്സ്റ്റൻസസ് ആണ്. അതേപോലെ അവർക്ക് പ്രോപ്പർട്ടി എന്തായിരിക്കും? ന്യൂ ആയിരിക്കും. ന്യൂ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ന്യൂ സബ്സ്റ്റൻസസ് വിത്ത് ന്യൂ പ്രോപ്പർട്ടീസ് ആർ ഫോംഡ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്ട്സ് കിട്ടും. ആ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ന്യൂ സബ്സ്റ്റൻസസ് ആണ്. അതേപോലെ അവർക്ക് എന്തുണ്ട്? ന്യൂ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതേപോലെ നമുക്ക് ഒരു റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ?
ഇല്ല. നമ്മൾ കെമിക്കൽ ചേഞ്ച് പഠിച്ചപ്പോൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു ഇറ്റ് കാൺ ബി റിവേഴ്സ്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇറ്റ് കാൺ ബി റിവേഴ്സ്ഡ്. ഇറ്റ് കാൺ ബി റിവേഴ്സ്ഡ്. അപ്പൊ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ന്യൂ സബ്സ്റ്റൻസ്, ആ ന്യൂ സബ്സ്റ്റൻസിന് എന്താണ് ന്യൂ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അവിടെ ഉണ്ടായ റിയാക്ടൻസിന്റെ പ്രോപ്പർട്ടീസ് അല്ലാത്ത ന്യൂ സബ്സ്റ്റൻസസ് കിട്ടുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചേഞ്ചിനെയാണ്, കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ടുണ്ടായിട്ടുള്ള ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ പറയാം? അത് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇറ്റ് ഇൻഡ്യൂസ് കെമിക്കൽ ചേഞ്ച്. നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിന് നമുക്ക് ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കാം? റിയാക്ഷൻസ് which induce chemical change. Reactions which induce chemical change are known as chemical reactions. Thus chemical reactions. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും? It involves chemical change. അടുത്തൊരു പ്രോപ്പർട്ടി പോയിന്റ് ആയിട്ട് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ ചേഞ്ച്. അതേപോലെ അടുത്ത പ്രോപ്പർട്ടി എന്തായിട്ട് പറയാം? ഇറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ ചേഞ്ച് പറയാം. ഇവിടെ എന്താണ്? വൺ ഓർ മോർ റിയാക്ടൻസ് ഈസ് കൺവേർട്ടഡ് ഇൻടു വൺ ഓർ മോർ പ്രോഡക്റ്റ്. അപ്പോൾ ദ പ്രോസസ് ബൈ വിച്ച് ഈ പ്രോസസ്സിൽ ന്യൂ സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്യുന്നത്. പ്രോസസ് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് അത്? കെമിക്കൽ ചേഞ്ചിന്റെ പിന്നെ അടുത്ത ലാസ്റ്റ് ഞാൻ പറയുന്നത് പ്രോസസ് ബൈ വിച്ച് ന്യൂ സബ്സ്റ്റൻസ് വിത്ത് ന്യൂ പ്രോപ്പർട്ടീസ്. അത് ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. ന്യൂ സബ്സ്റ്റൻസ് വിത്ത് ന്യൂ പ്രോപ്പർട്ടീസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ വിച്ച് കാൺ ബി റിവേഴ്സ്ഡ്, അങ്ങനെയുള്ളതാണ്. വിച്ച് കാൺ ബി റിവേഴ്സ്ഡ് ബൈ ഫിസിക്കൽ പ്രോസസ്. വിച്ച് കാൺ ബി റിവേഴ്സ്ഡ് ബൈ ഫിസിക്കൽ പ്രോസസ്. വിച്ച് കാൺ ബി റിവേഴ്സ്ഡ് ബൈ ഫിസിക്കൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്തു അപ്പൊ ചേഞ്ച് വരുത്തിയോണ്ട് അതിന്റെ ചേഞ്ച് മാറോ? ഇല്ല. കാരണം അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? കെമിക്കൽ ചേഞ്ച് ആണ് ഹാപ്പൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ഫിസിക്കൽ പ്രോസസ് കൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അവിടെ ഈ റിയാക്ഷൻ നടക്കാൻ അവിടെ എന്തുണ്ടാവണം? ഇറ്റ് ഇൻവോൾവ് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോൺസ്. എന്താണ്? ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോൺസ്. ബ്രേക്കിംഗ് ആര് തമ്മിൽ? ആറ്റങ്ങൾ തമ്മിൽ. ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോൺസ് ബിറ്റ്വീൻ ആറ്റംസ്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ് ടു പ്രൊഡ്യൂസ് ന്യൂ സബ്സ്റ്റൻസസ്. എന്തിനാണ് സംഭവിക്കുന്നത്? ടു പ്രൊഡ്യൂസ് ന്യൂ സബ്സ്റ്റൻസസ്. അപ്പോ പുതിയ സബ്സ്റ്റൻസസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇൻവോൾവ് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോൺസ്. അപ്പോൾ അവിടെ ആറ്റംസ് ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ തമ്മിൽ ഒന്നെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യും അവർ തമ്മിലുള്ള ബോൺസ്, അതല്ലെങ്കിൽ അവിടെ മേക്കിംഗ് ഓഫ് ബോൺസ് അവർ മേക്ക് ചെയ്യും. അങ്ങനെയാണ് ഒരു റിയാക്ഷൻസിൽ എന്ത് സംഭവിക്കുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഈ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ടിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വെറുതെ കേട്ടോ എലമെന്റ് ആയിട്ടല്ല, ഇങ്ങനെ ഒരാളുണ്ടെന്ന് വിചാരിക്കാം, ഒരു ആറ്റം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതേപോലെ രണ്ട് റെഡ് ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇവർ തമ്മിൽ റിയാക്ഷൻ നടന്നു വിചാരിക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു വിചാരിക്കാം. അപ്പൊ അവിടെ എന്താ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുക? ഇങ്ങനെ ഒരാൾ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഈ റെഡ് ആറ്റവും ഈ ബ്ലാക്ക് ആറ്റവും ഈ രണ്ട് റെഡ് ആറ്റം കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചൊരു ബ്രേക്കിംഗ് ഓഫ് ബോണ്ടാണ് ഉണ്ടായത്. മേക്കിംഗ് ഓഫ് ബോണ്ടാണ്. ഇവർ തമ്മിലുള്ള ബോണ്ട് എന്തായി? ഇങ്ങനെ മേക്കിംഗ്, ഒരു പുതിയ ബോണ്ട് അവിടെ ക്രിയേറ്റ് ആയി. അതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ ഈ ആൾ പോയി ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു.
അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഒരു ഹീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ എന്തെങ്കിലും റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അത് ഇങ്ങനെയാണ്, പഴയ പോലെ തന്നെ ആയി. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതെന്താണ്? ഒരു മേക്കിംഗ് ഓഫ് ബോണ്ടാണ് സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ആറ്റംസ് ആരാന്ന് പറയുന്നത് ഇങ്ങനെ പറയാം. ഇനി ഇതിന് കോമൺ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ആരായിരിക്കും? നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ എപ്പോഴും ഉള്ള ഒരാളുണ്ട്. ആരാ? വാട്ടർ. നമ്മള് വാട്ടർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കിയാലോ? 2H2 പ്ലസ് O2. 2H2 പ്ലസ് O2 എന്താ കിട്ടുക നമുക്ക്? 2H2O. വാട്ടർ എങ്ങനെ ഫോം ചെയ്ത് മനസ്സിലായില്ലേ? 2H2 O2 കൂടി കമ്പൈൻ ചെയ്തപ്പോ ഒരുമിച്ചായപ്പോൾ അവിടെ എന്തുണ്ടായി? നമുക്ക് 2H2O കിട്ടി. അപ്പൊ അവിടെ എന്താ സംഭവിച്ച? ഒരു മേക്കിംഗ് ഓഫ് ബോണ്ട് സംഭവിച്ചു. ക്ലിയർ അല്ലേ? മേക്കിംഗ് ഓഫ് ബോണ്ട്, മേക്കിംഗ് അല്ലേ സംഭവിച്ചത്. അപ്പൊ 2H2O വഴി നമുക്ക് എന്ത് കിട്ടി? വാട്ടർ കിട്ടി. അപ്പൊ കോമൺ ആയിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് നടക്കുന്ന റിയാക്ഷൻ ആണ് 2H2 പ്ലസ് O2 gives 2H2O. അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരായിരിക്കും? നമുക്ക് ആരെടുക്കാം? CH4 എടുക്കാം. നമ്മുടെ മീത്തേൻ. CH4 പ്ലസ് O2 എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മക്കളെ? എന്തായിരിക്കും CH4 പ്ലസ് O2 കമ്പയർ ചെയ്താ എന്ത് കിട്ടുമെന്ന് അറിയോ? പറഞ്ഞേ, ഏതായിരിക്കും കിട്ടുക? അതെ, CO2 പ്ലസ് 2H2O. ഇവിടെ ബാലൻസ്ഡ് ആണോ? ആര് കുറവ്? ഇവിടെ ഒരു ഓക്സിജൻ രണ്ടുപേരുണ്ട്. അപ്പൊ CH4 പ്ലസ് 2O2, അതായത് CH4 കൂടെ 2 ഓക്സിജൻ കമ്പയർ ചെയ്ത് നമുക്ക് CO2 പ്ലസ് 2H2O. ഇത് ഒരു കോമൺ ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വാട്ടറും അവിടെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഇവിടെ എന്താ സംഭവിക്കുക? ഒരു മേക്കിംഗ് ഓഫ് ബോണ്ട് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ ഇതേപോലെ ഒരു ബ്രേക്കിംഗ് ഓഫ് ബോണ്ടിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുമോ? ഏതായിരിക്കും? നമുക്ക് ഈ വാട്ടറിന്റെ കൂടെ ഹൈ ഇലക്ട്രിസിറ്റി, വാട്ടറിന്റെ ഉള്ളിലേക്ക് ഹൈ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ വാട്ടറിൽ എന്താ സംഭവിക്കാന്നറിയോ? വാട്ടറിൽ കൂടെ ഹൈ ഇലക്ട്രിസിറ്റി പമ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് വാട്ടർ എന്ത് ചെയ്യും? 2H2 പ്ലസ് O2 ആയിട്ട് വീണ്ടും മാറും. അതായത് അവിടെ എന്താ സംഭവിച്ചു? അവിടെ റിവേഴ്സ് ചെയ്തു. എന്ത് ഫിസിക്കൽ ചേഞ്ച് ആണ് കൊടുത്തതല്ല, നമുക്ക് അവിടെ ബ്രേക്കിംഗ് സംഭവിച്ചു. നമ്മള് വാട്ടറിന്റെ ഉള്ളിലേക്ക് എന്തിനെ കടത്തി വിട്ടത്? ഹൈ ഇലക്ട്രിസിറ്റിയാണ് കടത്തി വിട്ടത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഈ H2O ബ്രേക്ക് ആയിട്ട് 2H2 പ്ലസ് O2 ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിന് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ? നമ്മൾ ആദ്യം പറഞ്ഞു, കെമിക്കൽ റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻ which induce chemical change. ഒരു കെമിക്കൽ ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കുക. അതേപോലെ കെമിക്കൽ റിയാക്ഷൻസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഒന്നോ അതിൽ കൂടുതലോ വൺ ഓർ മോർ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട്, ഇവിടെ കണ്ടില്ലേ, വൺ ഓർ മോർ റിയാക്ടൻസ് റിയാക്ട് ടു ഫോം എ ന്യൂ പ്രൊഡക്റ്റ് അല്ലേ? എന്താണ്? ഒന്നോ അതിൽ കൂടുതലോ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് ഒരു ന്യൂ പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യും. അതേപോലെ ന്യൂ പ്രൊഡക്ട്സ് എന്താണ്? ഒന്നോ രണ്ടോ വൺ ഓർ മോർ ന്യൂ പ്രൊഡക്ട്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ? ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആവും, ചിലപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ആവും. അപ്പൊ വൺ ഓർ മോർ റിയാക്ടൻസ് റിയാക്ട് ടു ഫോം എ വൺ ഓർ മോർ പ്രൊഡക്ട്സ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷൻസ്. അതേപോലെ കെമിക്കൽ റിയാക്ഷൻസ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട് അല്ലേ? നോക്കിയേ, ഇവിടെ എന്താണ്? ഒരു മേക്കിംഗ് ഓഫ് ബോണ്ട് സംഭവിച്ചു, ഇവിടെ എന്താണ്? ബ്രേക്കിംഗ് ഓഫ് ബോണ്ട് സംഭവിച്ചു. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസിൽ എന്ത് നടക്കുന്നുണ്ട്? ബ്രേക്കിംഗ് ഓർ മേക്കിംഗ് ഓഫ് ബോണ്ട് ഉണ്ടായി. അതേപോലെ പുതിയ പ്രൊഡക്ട്സ് എന്തായാലും ന്യൂ പ്രോപ്പർട്ടീസ് നമ്മൾ പറയും, ന്യൂ സബ്സ്റ്റൻസ് വിത്ത് ന്യൂ പ്രോപ്പർട്ടീസ്. H2ന്റെയും O2ന്റെയും പ്രോപ്പർട്ടി ആണോ H2O ഉള്ളത്? അല്ല, ന്യൂ സബ്സ്റ്റൻസ് വിത്ത് ന്യൂ പ്രോപ്പർട്ടീസ് ഈസ് ഫോംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഒരു റിയാക്ടന്റ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു റിയാക്ടന്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ? അതെ, ആ റിയാക്ഷനിൽ ബിഗിനിങ്ങിന്റെ സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ആളുകൾ, ആ റിയാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാരാണ് റിയാക്ടൻസ്. അതേപോലെ വാട്ട് ആർ പ്രോഡക്ട്സ്? ആ റിയാക്ഷന്റെ എൻഡിൽ നമുക്ക് ആരെയാണ്, ന്യൂ സബ്സ്റ്റൻസസ് ആയിട്ട് ആരാണ് ഫോം ആവുന്നത്? അവരാണ് ആ റിയാക്ഷന്റെ പ്രോഡക്ട്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ വൺ ഓർ മോർ റിയാക്ടന്റ് ഇൻവോൾവ് ഓർ റിയാക്ട് ടു ഫോം എ ന്യൂ പ്രോഡക്റ്റ്. അപ്പൊ റിയാക്ടന്റ് ആരാണ്? ആ റിയാക്ഷനിൽ ഇനീഷ്യലി അവിടെ ഉള്ള ആളുകൾ. അതേപോലെ പ്രോഡക്ട്സ് ആരാണ്? ആ റിയാക്ഷന്റെ എൻഡിൽ അവിടെ ആരാണ് ഉണ്ടായത്? ആ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ് ആണ് നമ്മുടെ പ്രോഡക്ട്സ്.
അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ബ്രേക്കിംഗ് ഓർ മേക്കിംഗ് ഓഫ് ബോൺസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾക്ക് മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മക്കൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രീൻ ചാനലിൽ വേഗം ഒന്ന് രജിസ്റ്റർ ചെയ്തോളൂ, ടീച്ചറോട് നേരിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ മക്കളെ നമ്മള് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ അതിന്റെ പ്രോപ്പർട്ടീസ് മൊത്തം പറഞ്ഞു, എന്താണ് ഒരു ഡെഫിനിഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഈ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, എന്തൊക്കെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾസ് നോക്കി വെക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 1.1 ആക്ടിവിറ്റി നമ്പർ 1.1ൽ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ നോക്കിയേ? നമ്മളോട് എന്താ അവിടെ എടുക്കാൻ പറയുന്നത്? ഒരു മെഗ്നീഷ്യൻ റിബൺ, ഏകദേശം ഒരു 2 സെന്റിമീറ്ററോളം വലിപ്പം വരുന്ന ഒരു മെഗ്നീഷ്യൻ റിബൺ എടുക്കാൻ പറയുന്നുണ്ട് നമ്മളോട്. ഈ മെഗ്നീഷ്യൻ റിബൺ എടുത്തിട്ട് എന്താ ചെയ്യാൻ പറയുന്നത്? അതിങ്ങനെ പ്ലക്ക് ചെയ്യുന്ന സംഭവം പിടിച്ച് പ്ലക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് ഒരു ബേണർ വെച്ച് കത്തിച്ച് നോക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെറുതെ ഒരു വരച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുക. ഇവിടെ ഒരു ബേണർ ഉണ്ട്, നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു ബേണർ ഉണ്ട്, അതിങ്ങനെ ഫ്യൂംസ് അല്ലെങ്കിൽ തീ കത്തുന്നുണ്ട്. അപ്പൊ അതിനോട് നമ്മൾ ഒരു മെഗ്നീഷ്യൻ റിബൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഈ മെഗ്നീഷ്യൻ റിബൺ കത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ഇവിടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആഷ് കിട്ടും. അപ്പൊ ആ ആഷ് നമ്മളിവിടെ കളക്ട് ചെയ്ത് നോക്കി. അപ്പൊ അതിന്റെ കളർ എന്തായിരുന്നല്ലോ? ഒരു വൈറ്റ് പൗഡേർഡ് ആഷ് ആണ് നമുക്ക് കിട്ടിയത്. എന്താ കിട്ടിയത്? ഒരു വൈറ്റ് പൗഡേർഡ് ആഷ്. മഗ്നീഷ്യൻ റിബണിനെ നമ്മള് ബേണർ വെച്ച് കത്തിച്ച് നോക്കിയപ്പോൾ ആ കത്തി കഴിഞ്ഞ് കിട്ടിയ ആഷ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു വൈറ്റ് പൗഡേർഡ് ആഷ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വെച്ചാൽ ആ മഗ്നീഷ്യൻ റിബൺ അത് ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മതി. വൈറ്റ് പൗഡർ എന്തുകൊണ്ടാണ് ഫോം ചെയ്തതെന്ന് വെച്ചാല് അവിടെ നമുക്ക് കിട്ടിയതാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഏതാണ്? മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ ഇവിടെ ആ ബേണിംഗ് നമുക്കറിയാം, ബേണിംഗ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് മെഗ്നീഷ്യം റിബൺ കത്തിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. അപ്പൊ അതിന്റെ എന്താണ്? അതിന്റെ ആ സ്റ്റേറ്റ് അത് മാറ്റി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് സംഭവിച്ചത്. അപ്പൊ മെഗ്നീഷ്യൻ റിബൺ നമ്മൾ അത് ബേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ടുള്ള വൈറ്റ് പൗഡർ അതിന്റെ ആഷ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതെന്താണ്? അതൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു മനസ്സിലായി? അവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നു. ക്ലിയർ ആയി? അപ്പോൾ ഇനി അടുത്ത എക്സാമ്പിൾ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തുണ്ടായി? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടായത് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ ആയിട്ട് ആക്ടിവിറ്റി നമ്പർ 1.2 നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1.2 എന്താ ടെക്സ്റ്റിൽ പറയുന്നത്? നമ്മളോട് ലെഡ് നൈട്രേറ്റ് എടുക്കാനാണ് പറയുന്നത്. എന്താണ്? ലെഡ് നൈട്രേറ്റ്. ലെഡ് നൈട്രേറ്റിന്റെ ഫോം എന്താ? PbNO3 ട്വൈസ്. അപ്പൊ ലെഡ് നൈട്രേറ്റ് എടുത്തു. അതേപോലെ നമ്മളോട് എന്തെടുക്കാൻ പറഞ്ഞു? പൊട്ടാസ്യം അയോഡൈഡ് എടുക്കാൻ പറഞ്ഞു. എന്താണ്? പൊട്ടാസ്യം അയോഡൈഡ്. പൊട്ടാസ്യം അയോഡൈഡ് എടുക്കുമ്പോൾ എന്തായിരിക്കും? Ki. അപ്പോൾ ഈ ലെഡ് നൈട്രേറ്റിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യാൻ നമ്മൾ പറയുന്നത്. നമ്മളൊരു ബീക്കർ എടുത്തു, അതിൽ ലെഡ് നൈട്രേറ്റ് എടുത്തു, പിന്നെ അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്ത് നോക്കി. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. എന്താ കിട്ടിയത്? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അപ്പൊ അവിടെ നമുക്ക് എന്താ കിട്ടിയത്? അതെ, യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു പുതിയ ആൾ കിട്ടി. ലെഡ് നൈട്രേറ്റിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്തു. രണ്ടും വലിയ ഇത് ലെഡ് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കളർലെസ് സൊല്യൂഷൻ ആണ്. പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വൈറ്റ് കളറാണ്, ഫുള്ളി വൈറ്റ് ഒന്നല്ല, ഒരു മിക്സഡ് ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്പെറൻറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ലിക്വിഡ്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ എന്ത് മനസ്സിലായി? അവിടെ എന്താ ഉണ്ടായത്? ഒരു കളർ ചേഞ്ച് അല്ലേ സംഭവിച്ചു. അപ്പോൾ അവിടെ എന്താണ്? ആ കെമിക്കൽ റിയാക്ഷൻ നടന്ന സമയത്ത് അവിടെ ചേഞ്ച് ഇൻ കളർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ കളർ ചേഞ്ചിനും സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? ചേഞ്ച് ഇൻ കളർ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 1.3. ആക്ടിവിറ്റി നമ്പർ 1.3 നമ്മളോട് എന്താ പറയുന്നത്? സിങ്ക് ഗ്രാനുൾസ് എടുക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ കുറെ സിങ്ക് ഗ്രാനുൾസ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മളോട് കുറെ സിങ്ക് ഗ്രാനുൾസ്. എന്നിട്ട് സിങ്ക് ഗ്രാനുൾസ്
എന്നിട്ട് ഇതിനകത്ത് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞത് എന്താ, ഡൈല്യൂട്ട് HCl. എന്താണ് ഡൈല്യൂട്ട് HCl അല്ലെങ്കിൽ ഡൈല്യൂട്ട് H2SO4. അപ്പൊ നമ്മളോട് പറയാണ് ഒരു ബീക്കറിൽ സിങ്ക് ഗ്രാന്യൂൾസ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഡൈല്യൂട്ട് HCl അല്ലെങ്കിൽ ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്യാൻ പറഞ്ഞു ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക്. ആ സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ഗ്രാന്യൂൾസിന്റെ ഇടയ്ക്ക് ഡൈല്യൂട്ട് അതിന് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊന്തുന്നത് കാണും. എന്താണ് ബബിൾസ് നിറയെ പൊന്തുന്നത് കാണും. അപ്പൊ എന്താണ് ആ ബബിൾസിന്റെ ഫോർമേഷൻ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഹൈഡ്രജൻ ഗ്യാസ് സിങ്ക് ഗ്രാന്യൂൾസിനായിട്ട് H2SO4 അല്ലെങ്കിൽ HCl റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് സിങ്ക് ഗ്രാന്യൂൾസിനായിട്ട് HCl അല്ലെങ്കിൽ H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, എവല്യൂഷൻ ഓഫ് ഗ്യാസ് ഉണ്ട് എന്ന് മനസ്സിലായി. എന്താണ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്, ക്ലിയർ അല്ലേ? അപ്പൊ എവല്യൂഷൻ ഓഫ് ഗ്യാസ് ഒരു ഹൈഡ്രജൻ എന്താ പറയുക ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എവല്യൂഷൻ ഓഫ് ഗ്യാസ് നടക്കുന്നുണ്ട് മനസ്സിലായി. ഇനി ടീച്ചർ എന്താണെന്ന് വെച്ചാൽ ടീച്ചർ വെറുതെ പോയിട്ട് ഈ ബീക്കർ ഒന്ന് തൊട്ടിക്കും, അയ്യോ കൈ പൊള്ളുകയാണ്, എന്താ ചെറിയൊരു ചൂട് കൈക്ക് ഫീൽ ചെയ്തു. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്, അവിടെ ടെമ്പറേച്ചർ മാറി. അപ്പൊ ഈ റിയാക്ഷൻ നടന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ റൈസ് ആയിട്ടുണ്ട്, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. എന്താണ് ടെമ്പറേച്ചർ റൈസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചിനുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ചേഞ്ച് ആവും. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കാം, ചേഞ്ച് ഇൻ കളർ സംഭവിക്കാം, എവല്യൂഷൻ ഓഫ് ഗ്യാസും അതേപോലെ ടെമ്പറേച്ചറിലും ചേഞ്ച് സംഭവിക്കാം. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം, there is a ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, ചേഞ്ച് ഇൻ കളർ ഉണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്, അതേപോലെ എവല്യൂഷൻ ഓഫ് ഗ്യാസ് ഉണ്ട്. അപ്പൊ നമുക്ക് സമ്മ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ ചേഞ്ച് ഓഫ് കളർ ഉണ്ട്, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്, അതേപോലെ എവല്യൂഷൻ ഓഫ് ഗ്യാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ സംഭവിക്കാനുള്ള കാര്യം. ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, ഇവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുണ്ടാവും, ചേഞ്ച് ഓഫ് കളർ ഉണ്ടായിട്ടുണ്ടാവും, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടായിട്ടുണ്ടാവും, അതേപോലെ എവല്യൂഷൻ ഓഫ് ഗ്യാസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഉള്ള ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അതിനുള്ള ഡെഫിനേഷൻ പറഞ്ഞു, അതേപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു, കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടും ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ചും പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് ആ കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾക്ക് കൂടുതൽ നോട്ട്സും കാര്യങ്ങളും വേണമെങ്കിലും അതേപോലെ ഡൗട്ട് ക്ലിയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മക്കളെ വേഗം എന്താ ചെയ്യേണ്ടത്, ഗ്രീൻ ചാനലിൽ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കൾ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.